നമസ്കാരം സുഹൃത്തുക്കളെ. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെയും വിജയസാധ്യതകൾ പ്രവചിക്കുന്ന നമ്മുടെ പരമ്പരയുടെ അടുത്ത ഘട്ടത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് ഹൈറേഞ്ചിൻ്റെ ഹൃദയമായ ഇടുക്കിയും അക്ഷര നഗരമായ കോട്ടയവുമാണ്. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ തട്ടകമായ ഈ രണ്ട് ജില്ലകളിലും ഇത്തവണ ജനവിധി എങ്ങോട്ടാണ്? ഇടുക്കിയിലെ 5 മണ്ഡലങ്ങളിലും കോട്ടയത്തെ 9 മണ്ഡലങ്ങളിലും ആര് മേൽക്കൈ നേടും? നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിൽ ആകെയുള്ളത് 5 നിയമസഭാ മണ്ഡലങ്ങളാണ്. ഒന്ന് ദേവികുളം, ഉടുമ്പുംചോല, തൊടുപുഴ, ഇടുക്കി, പീരുമേട് എന്നിങ്ങനെ 5 ജില്ലകളാണ് ഇടുക്കി ജില്ലയിലുള്ളത്. ആദ്യമായി ദേവികുളം. ദേവികുളത്ത് UDFന് വേണ്ടി F രാജ, ഇടതുപക്ഷത്തിനു വേണ്ടി A രാജ, BJPക്ക് വേണ്ടി S രാജേന്ദ്രൻ എന്നിങ്ങനെ 3 രാജകളാണ് ദേവികുളത്ത് മത്സരരംഗത്തുള്ളത്. ദേവികുളത്തിൽ നിന്ന് വിജയിക്കാൻ പോകുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥി A രാജയാണ്. അടുത്തത് ഉടുമ്പുംചോല. ഉടുമ്പുംചോലയിൽ UDFന് വേണ്ടി സേനാപതി വേണു, ഇടതുപക്ഷത്തിന് വേണ്ടി KK ജയചന്ദ്രൻ മാസ്റ്റർ, BJPക്ക് വേണ്ടി സംഗീത വിശ്വനാഥൻ. ഉടുമ്പുംചോലയിൽ നിന്ന് വിജയിക്കാൻ പോകുന്നത് KK ജയചന്ദ്രൻ മാസ്റ്റർ ആയിരിക്കും. അടുത്തത് തൊടുപുഴ. തൊടുപുഴയിൽ BJPക്ക് വേണ്ടി റോയ് A വരിയക്കാട്ട്, ഇടതുപക്ഷത്തിന് വേണ്ടി സിറിയക് ചായ്ക്കാടൻ, UDFന് വേണ്ടി അപ്പു ജോൺ ജോസഫ്. തൊടുപുഴയിൽ നിന്ന് വിജയിക്കാൻ പോകുന്നത് അപ്പു ജോൺ ജോസഫ്. അടുത്തത് ഇടുക്കി നിയമസഭാ മണ്ഡലം. ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് UDFന് വേണ്ടി റോയ് K പൗലോസ്, ഇടതുപക്ഷത്തിന് വേണ്ടി റോഷി അഗസ്റ്റിൻ, BJPക്ക് വേണ്ടി പ്രതീഷ് പ്രഭ. ഇടുക്കിയിൽ നിന്ന് വിജയിക്കാൻ പോകുന്നത് റോയ് K പൗലോസ്. അടുത്തത് പീരുമേട്. പീരുമേടിൽ UDF സ്ഥാനാർത്ഥി സിറിയക് തോമസ്, LDF സ്ഥാനാർത്ഥി K സലീകുമാർ, BJP സ്ഥാനാർത്ഥി V രതീഷ്. പീരുമേടിൽ നിന്ന് വിജയിക്കുന്നത് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള സിറിയക് തോമസ്. അടുത്തത് നമ്മൾ പരിശോധിക്കുന്നത് കോട്ടയം ജില്ല. കോട്ടയം ജില്ലയിൽ 9 നിയമസഭാ മണ്ഡലങ്ങളാണ് നിലവിലുള്ളത്. പാല, കടുത്തുരുത്തി, വൈക്കം, ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ എന്നിങ്ങനെ 9 നിയമസഭാ മണ്ഡലങ്ങളാണ് കോട്ടയം ജില്ലയിലുള്ളത്. ആദ്യമായി പാല. പാലയിൽ UDFന് വേണ്ടി മാണി C കാപ്പൻ, ഇടതുപക്ഷത്തിന് വേണ്ടി ജോസ് K മാണി, BJPക്ക് വേണ്ടി ഷോൺ ജോർജ്. മാണി C കാപ്പൻ നിലവിലത്തെ പാലയിലെ MLA ആണ്. പാലയിൽ നിന്ന് വിജയിക്കാൻ പോകുന്നത് മാണി C കാപ്പൻ. അടുത്തത് കടുത്തുരുത്തി. കടുത്തുരുത്തിയിൽ UDFന് വേണ്ടി മോൻസ് ജോസഫ്, BJPക്ക് വേണ്ടി സുരേഷ് ഈട്ടിക്കുന്നേൽ, ഇടതുപക്ഷത്തിന് വേണ്ടി നിർമ്മല ജിമ്മി എന്നിങ്ങനെ 3 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളാണ് കടുത്തുരുത്തിയിൽ മത്സരിക്കുന്നത്. കടുത്തുരുത്തിയിൽ നിന്ന് വിജയിക്കാൻ പോകുന്നത് മോൻസ് ജോസഫ്. അടുത്തത് വൈക്കം. വൈക്കത്ത് UDF സ്ഥാനാർത്ഥി K ബിനിമോൻ, LDF സ്ഥാനാർത്ഥി P പ്രദീപ്, BJP സ്ഥാനാർത്ഥി K അജിത്. വൈക്കത്ത് നിന്ന് വിജയിക്കാൻ പോകുന്നത് P പ്രദീപ്. അടുത്തത് ഏറ്റുമാനൂർ. ഏറ്റുമാനൂരിൽ UDFന് വേണ്ടി മത്സര രംഗത്തുള്ളത് നാട്ടകം സുരേഷ്, ഇടതുപക്ഷത്തിന് വേണ്ടി VN വാസവൻ, BJPക്ക് വേണ്ടി അരിത D നായർ. ഏറ്റുമാനൂരിലത്തെ നിലവിലത്തെ MLA VN വാസവനാണ്. VN വാസവൻ തന്നെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും. അടുത്തത് കോട്ടയം. കോട്ടയത്ത് UDFന് വേണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, LDFന് വേണ്ടി K അനിൽകുമാർ, BJPക്ക് വേണ്ടി P അനിൽകുമാർ. കോട്ടയത്ത് നിന്ന് വിജയിക്കാൻ പോകുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അടുത്തത് പുതുപ്പള്ളി. പുതുപ്പള്ളിയിൽ UDFന് വേണ്ടി ചാണ്ടി ഉമ്മൻ, BJPക്ക് വേണ്ടി രവീന്ദ്രനാഥ് വാകത്താനം, പുതുപ്പള്ളിയിൽ ഇടതുപക്ഷത്തിന് വേണ്ടി KM രാധാകൃഷ്ണൻ. പുതുപ്പള്ളിയിൽ നിന്ന് വിജയിക്കാൻ പോകുന്നത് ചാണ്ടി ഉമ്മൻ. അടുത്തത് ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിയിൽ UDFന് വേണ്ടി വിനു ജോബ്, ഇടതുപക്ഷത്തിന് വേണ്ടി ജോബ് മൈക്കിൾ, BJPക്ക് വേണ്ടി B രാധാകൃഷ്ണ മേനോൻ. ചങ്ങനാശ്ശേരിയിൽ നിന്ന് നിലവിലത്തെ MLA ജോബ് മൈക്കിളാണ്. അദ്ദേഹം തന്നെ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്. അടുത്തത് കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളിയിൽ UDFന് വേണ്ടി
റോണി കെ ബേബി, ഇടതുപക്ഷത്തിന് വേണ്ടി എൻ ജയരാജ്, BJPക്ക് വേണ്ടി ജോർജ് കുര്യൻ എന്നിങ്ങനെ 3 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളാണ് കാഞ്ഞിരപ്പള്ളിയിലുള്ളത്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വിജയിക്കാൻ പോകുന്നത് എൻ ജയരാജ്. അടുത്തത് പൂഞ്ഞാർ. പൂഞ്ഞാറിൽ BJPക്ക് വേണ്ടി PC ജോർജ്, ഇടതുപക്ഷത്തിന് വേണ്ടി സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, UDFന് വേണ്ടി സജീവ് ജോസഫ് എന്നിങ്ങനെ 3 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളാണ് പൂഞ്ഞാറിലുള്ളത്. പൂഞ്ഞാറിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ വിജയിക്കുന്നതാണ്.